എംപിമാർ മത്സരിക്കേണ്ട എന്ന AICC നിലപാട് ആവർത്തിക്കുന്നതിനിടെ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വരികയാണ് കെ സുധാകരൻ. കണ്ണൂർ തന്റെ ഹൃദയരക്തവും മേൽവിലാസവുമാണ്. തന്റെ കൈപിടിച്ച് പ്രവർത്തിച്ചവരും വളർന്നവരും ആണ് കണ്ണൂരിലെ നേതാക്കൾ. കടന്നു വന്ന കനൽ വഴികൾ മറ്റുള്ളവർക്ക് മറക്കാൻ ആകുമെങ്കിലും തനിക്ക് മറക്കാനാകില്ല എന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. കടുത്ത അതൃപ്തിയുള്ള സുധാകരൻ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർക്ക് മുന്നറിയിപ്പുമായാണ് കെ സുധാകരന്റെ ഈ FB പോസ്റ്റ്. പാർട്ടി തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് കെ സുധാകരൻ പറഞ്ഞതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ സജിത്തിലേക്കാണ് പോകുന്നത്. സജിത്ത്, കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കണ്ണൂരിൽ താൻ സ്ഥാനാർത്ഥിയായിരിക്കുമോ എന്നതിന് ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു സുധാകരൻ. പക്ഷേ ഇപ്പോഴിതാ ഈ MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു സംസ്ഥാന നേതൃത്വവും. അതിന് ഹൈക്കമാൻഡ് പച്ചക്കൊടിയും കാണിക്കുന്ന സാഹചര്യമെങ്കിൽ അവിടെ മത്സരരംഗത്ത് നിന്ന് സുധാകരനും മാറി നിൽക്കേണ്ടതായി വരുന്നു. ആ കടുത്ത അതൃപ്തിയല്ലേ സുധാകരൻ വ്യക്തമാക്കുന്നത്? എത്രത്തോളം വലിയ പ്രതിസന്ധിയാണിതിപ്പോൾ കോൺഗ്രസ് സൃഷ്ടിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും അതായത് കോൺഗ്രസിനകത്ത് തർക്കമാണ്. സുധാകരൻ കടുത്ത അതൃപ്തിയിലാണ്. പ്രത്യേകിച്ച് സുധാകരൻ നിയമസഭയിൽ സീറ്റ് വേണമെന്ന ഉറച്ച നിലപാടിലാണ്. ആ ഒരു ഉറപ്പിലാണ് അദ്ദേഹം ഡൽഹിക്ക് വണ്ടി കയറിയത്. പക്ഷേ ഡൽഹിയിൽ ചർച്ചകളിൽ MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടുകൂടിയാണ് സുധാകരൻ അതൃപ്തിയുമായി ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാതെ കൂടിയാണ് സുധാകരൻ നാട്ടിലേക്ക് മടങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. കടുത്ത വിയോജിപ്പിലാണ് സുധാകരൻ. അതിന് തൊട്ട് പിന്നാലെയാണ് അല്പം മുമ്പ് സുധാകരൻ ഫേസ്ബുക്കിൽ തൻ്റെ വൈകാരിക കുറിപ്പ് പ്രകടമാക്കുന്നത്. താൻ കനൽ വഴികൾ താണ്ടി വന്ന ഇടമാണ് കണ്ണൂർ. കണ്ണൂർ തനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. കുടുംബത്തെ മറന്നാലും തനിക്ക് കണ്ണൂരിനെ മറക്കാനാവില്ല എന്ന കാര്യമാണ് സുധാകരൻ പറയുന്നത്. ഒപ്പം ഉള്ള ഒരു കാര്യം കൂടി, തൻ്റെ കൈപിടിച്ചു വന്നവരോ തനിക്കൊപ്പം വളർന്നു വന്നവരോ ആണ് കണ്ണൂരിലുള്ള പലരും. സണ്ണി ജോസഫിനെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. പക്ഷേ അവരൊക്കെ കണ്ണൂരിനെ മറന്നാലും തനിക്കത് മറക്കാനാവില്ല. താൻ എന്നും എക്കാലവും കണ്ണൂരിനൊപ്പം ത്രിവർണ്ണ പതാകയുമായി ഉണ്ടാകുമെന്ന ഉള്ളടക്കത്തോടെയുള്ള വളരെ വിശദമായൊരു കുറിപ്പാണ് കെ സുധാകരൻ പങ്കുവയ്ക്കുന്നത്.